ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനപ്പോൾ ഇന്ന് വീഡിയോ ആയിട്ട് വന്നത് പല അമ്മമാർക്കും പല അമ്മമാരുടെയും മക്കള് പലതരത്തിലായിരിക്കും അല്ലേ. അപ്പോൾ ഇന്ന മാറ്റമുണ്ട്, ഇന്ന സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ മാറും, ഇന്ന ഡോക്ടറെ കാണിച്ചു കഴിഞ്ഞാൽ മാറും. അപ്പോൾ പല കുട്ടികൾക്കും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളായിരിക്കും അല്ലേ. നമ്മളത് മനസ്സിലാക്കണ്ടേ. അപ്പൊ നമ്മളോടായാലും എന്നോടായാലും ആരെങ്കിലും ഇങ്ങനെയൊക്കെ ചോദിക്കും. ഞാൻ സത്യത്തിൽ ഇങ്ങനെ ഇടയ്ക്ക് എന്താ പറയാ, നമുക്ക് ഒന്നും പറയാൻ പറ്റാത്തൊരു അവസ്ഥ വരെ വന്നിട്ടുണ്ട്. ഇങ്ങനെ ഓരോരുത്തരുടെ ചോദ്യങ്ങളൊക്കെ കേൾക്കുമ്പോഴേ, ഇന്ന സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അത് മാറില്ലേ, ഇന്നത് ചെയ്ത് കഴിഞ്ഞാൽ, ഇന്ന മരുന്ന് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ മാറില്ലേ, ഫിസിയോതെറാപ്പി കൊടുത്തു കഴിഞ്ഞ് മാറില്ലേ. നമ്മളും അതിനെ പറ്റി പഠിച്ച് ഫുള്ളായിട്ടും വന്നിട്ടില്ലല്ലോ. നമ്മളിപ്പോ ഇത്രയും വർഷമായി നമ്മൾ നോക്കണ്, എന്നിട്ട് നമ്മുടെ സുടുമോന് ഇത്ര മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല, വേറെ മാറ്റങ്ങളൊന്നും ആയിട്ടില്ല, നടന്നിട്ടില്ല. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിലും എന്തായിരിക്കും. പിന്നെ പലതരത്തിലുള്ള ബ്രെയിനിലെ ഡാമേജ് മൂലം പലർക്കും ബ്രെയിനെ സംബന്ധിച്ച്. അപ്പൊ അത് എന്താന്നുള്ളത് നമുക്ക് അങ്ങനെ കറക്റ്റ് ആയിട്ടൊന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ എല്ലാ പിള്ളേരുകൾക്കും ഒരേപോലെ ആവില്ലല്ലോ. ചില പിള്ളേരുകൾക്ക് ഒരു അസുഖം മാത്രമേ ഉണ്ടാവുള്ളൂ, മറ്റു ചിലർക്ക് വേറെയും അസുഖങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ അത് ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ റെഡിയാവും. അപ്പൊ അങ്ങനെ പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക, നമ്മൾക്കൊരു ആത്മവിശ്വാസം നമ്മുടെ ഉള്ളിലുണ്ട്. മാറും, എന്തെങ്കിലുമൊക്കെ നമുക്ക് മാറ്റിയെടുക്കാം, എന്തായാലും പണ്ടത്തേലും കുറച്ച് ബെറ്റർ ആയിട്ടുണ്ട്, അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്കും ഒരു ഉഷാറല്ല. എൻ്റെ സുഹൃത്തുക്കളെ സംബന്ധിച്ച് പണ്ടത്തെക്കാളൊക്കെ കുറേ ബെറ്റർ ആയിട്ടുണ്ട് കേട്ടോ അവൻ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞിലെ കഴുത്തൊന്നും ഉറച്ചിട്ടുണ്ടായിരുന്നില്ല. കഴുത്ത് ഇപ്പൊ 75% ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ 12 വയസ്സായി, പക്ഷെ എന്നിട്ടും കഴുത്ത് അങ്ങോട്ട് ഉറച്ചിട്ടില്ല. അപ്പൊ ഞാനിതിപ്പോ പറയണത് വേറെ ഒന്നല്ല, നമ്മൾ ഇന്ന മാറ്റമുണ്ട്, ആ മാറ്റമുണ്ട്, ഈ മാറ്റമുണ്ട്, ഇന്ന ഡോക്ടറെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ മാറും. അതൊന്നും നമ്മൾ നോക്കണ്ട. ചിലപ്പോൾ ചില മക്കളുകൾക്ക് നമ്മൾ എവിടെ കൊണ്ടുപോയാലും ചില മക്കളുകൾക്ക് ബ്രെയിനിൽ ചിലപ്പോൾ വേറെ വേറെ പ്രത്യേക ഡാമേജുകളായിരിക്കും. അപ്പൊ ഇന്നത് ചെയ്യാൻ പറ്റാത്തതൊന്നും നമുക്ക് ചെയ്യാനായിട്ട് പറ്റില്ലല്ലോ. അപ്പൊ അതും കൂടി നമ്മൾ കണക്കിലെടുക്കണം കേട്ടോ, എല്ലാ അമ്മമാരും. പിന്നെ ഇപ്പോഴും ഒരു സമാധാനമുള്ളത്, കുഞ്ഞിലെ വെന്റിലേറ്ററിലൊക്കെ കിടന്ന ഒരു മോനാണ് ഇന്നും എൻ്റെ കൂടെ ഒപ്പമുണ്ട്. അതാണ് എനിക്കെന്നും കണ്ടുകൊണ്ടിരിക്കാനായിട്ട് സുടുക്കൂട്ടനുണ്ട് എൻ്റെ കൂടെ. അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു സമാധാനം, സന്തോഷം കേട്ടോ. പിന്നെ എനിക്ക് വേറെ ഒന്നും വേണ്ട. എന്തായാലും അന്നത്തെ ആ ഒരു വിഷമവും കാര്യങ്ങളും ഇതൊന്നും നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറില്ല. ഇപ്പൊ എൻ്റെ സുടുമോൻ എൻ്റെ കൂടെ ഉള്ളതാണ് എനിക്ക് ഏറ്റവും വലിയൊരു സന്തോഷം.